നമസ്തേ. എസ്റ്റാർഡേ നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ ദ ഹാങ്ക്ഡ് മാനാണ് നമുക്ക് വന്നിരിക്കുന്നത്. അവർ ഒരു ശിക്ഷ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ അവരൊരു ഗുഡ് ന്യൂസിന് വേണ്ടിയിട്ട്, അവർ ആഗ്രഹിച്ച രീതിയിൽ ഒരു ബ്ലെസ്സിങ്സിന് വേണ്ടിയിട്ട് അവർ വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുന്നു എന്നാണ് കാണുന്നത്. കാരണം ഡിലേ ആയ ഒരു കാര്യം, കാരണം ഇതിൻ്റെ ഉള്ളിൽ അവർ എന്തോ ഒരു കാര്യം, അവർക്കൊരു ഓപ്ഷൻസ് വന്നിരുന്നു. ആ ഒരു ഓപ്ഷൻസ് എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ അവർക്കൊരു ജസ്റ്റിസിലേക്ക് പോകേണ്ടി വന്നു. അവർ സെലക്ട് ചെയ്തത്, അവർക്ക് രണ്ട് സിറ്റുവേഷൻസ് അവരുടെ ലൈഫിൽ വന്നതിൽ അവർ കറക്റ്റായതല്ല അവരുടെ ജീവിതത്തിലേക്ക് അവർ സെലക്ട് ചെയ്തതെന്നുള്ള ഒരു തിരിച്ചറിവ് അവർക്കുണ്ടായിട്ടുണ്ട്. അവർ ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് ഒരു പുതിയ മാറ്റത്തിന് വേണ്ടിയിട്ട്. ഇപ്പോഴേത് സിറ്റുവേഷൻസിലാണോ അവർ നിൽക്കുന്നത് അവിടെ നിന്നും എടുത്ത് മാറുക, ഒരു സിറ്റുവേഷൻസിനെ അതിജീവിക്കുക എന്നുള്ള ആ ഒരു എനർജിയിലേക്ക് അവർ മാറുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ അവർക്കൊരു ഒരു തിരിച്ചറിവ് വന്നിട്ടുണ്ട്. അവർക്കിപ്പോൾ ഒരു ബോധം വന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ഒരു 2 സിറ്റുവേഷൻസിൽ അവർ സെലക്ട് ചെയ്തത്, അല്ലെങ്കിൽ അവർ ചൂസ് ചെയ്തത് തെറ്റായ എനർജീനെയാണ് എന്നുള്ളൊരു തിരിച്ചറിവ് അവർക്കുണ്ടായിട്ടുണ്ട്. നല്ലൊരു ഫൈറ്റിംഗ് എനർജിയിൽ നിന്നും അവരിപ്പോൾ വളരെ റിലാക്സിങ് മൈൻഡിലേക്കാണ് വന്ന് നിൽക്കുന്നത്. അവരുടെ ലൈഫിലേക്ക് ഒരു സിറ്റുവേഷൻസിന്, അവർക്ക് വേണ്ട ഒരു സാഹചര്യത്തെ അവർ മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. അവരൊരു ഇരയാക്കപ്പെട്ടു എന്നുള്ളൊരു തിരിച്ചറിവ്, അവരുടെ സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു എന്നുള്ളതും ഒക്കെയായ ഒരു നെഗറ്റീവ് തോട്ട്സിൽ ഇപ്പോൾ അവർ സ്റ്റക്കാണ്. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ അവർ ശക്തമായിട്ടും ഒരു മാനിഫെസ്റ്റേഷൻ എനർജിയിലാണ്, ഇപ്പോൾ നല്ല പ്രാർത്ഥനയിലാണ്.